ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന് തലസ്ഥാനത്ത് ഉജ്ജ്വല തുടക്കം. ലോകകപ്പ് സംപ്രേഷണാവകാശമുള്ള C5 ചാനൽ ചൊവ്വാഴ്ച ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയിലാണ് കാൽപന്ത് പ്രേമികൾക്ക് ആവേശം. വരാനിരിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. 10,000 ചതുരശ്ര അടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ അനാച്ഛാദനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോകകപ്പുമായി ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ പോസ്റ്ററാണിത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ജോ പോൾ അഞ്ചേരി, VP ഷാജി, മാത്യു വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തിളങ്ങിയ കേരളത്തിന്റെ പ്രിയ താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഏറ്റവും ബെസ്റ്റ് ടീം ഈ വർഷം ഉള്ളത് നെതർലാൻഡാണ്. നെതർലാൻഡ് ഇപ്രാവശ്യം സൂപ്പറാണ്. അവർ ചിലപ്പോൾ ഫൈനൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ മേളിൽ മുഴുവൻ പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് എല്ലാം മാറിയിട്ട് ഒരു വേറെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ നന്നാവും. ക്രിക്കറ്റിൽ ഒരു രഞ്ജി ട്രോഫി കളിച്ചാൽ ആ പ്ലെയറിന് മന്ത്ലി ഒരു പെൻഷൻ പോലെ ഒരു ഇൻകം ഉണ്ട്. മന്ത്ലി ഒരു രഞ്ജി ട്രോഫി മാത്രം കളിച്ചാൽ മതി. എത്രയോ വർഷങ്ങളായിട്ട് സന്തോഷ് ട്രോഫി കളിച്ച ആൾക്കാരാണ് ഞങ്ങൾക്കൊക്കെ കേരള ഫുട്ബോൾ അസോസിയേഷന് ഒരു രൂപ പോലും ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ രഞ്ജി ട്രോഫി കളിച്ചാൽ ഒരു രഞ്ജി ട്രോഫി കളിച്ചാൽ മതി. ഒരു പ്ലെയർ ഒരു വർഷം കളിച്ചാൽ മതി. ആ പ്ലെയറിന് മന്ത്ലി 25,000 വീട്ടിലെത്തും. കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതായി ഈ സംഗമം. ഫാൻസ് കൂട്ടായ്മകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ഫുട്ബോൾ അക്കാദമി ക്ലബ് അംഗങ്ങൾ, ടെക്നോ പാർക്ക് ജീവനക്കാർ തുടങ്ങിയവരുൾപ്പെടെ വലിയ ജനപങ്കാളിത്തമാണ് പരിപാടിയിലുണ്ടായത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.